റെനയും അഭിയും വീട്ടിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റെന സരിക അവർ തമ്മിൽ ചെറിയ ഒരു പ്രശ്നം ഉണ്ടായി. സരിക കരച്ചിൽ തുടങ്ങി. അതെ, കരച്ചിൽ തുടങ്ങി. പിന്നെ ഇവർ തമ്മിൽ ഒരു ടാസ്ക് ഒക്കെ നടന്നായിരുന്നു, ഡെയിലി ടാസ്ക് നടന്നായിരുന്നു. അപ്പോൾ ഇനി എന്താണ്, ഇനി അങ്ങോട്ട് ഇനി എത്ര പേര് കയറും, എങ്ങനെ കയറും, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നുള്ളത്. 5 ദിവസം കൂടെയല്ലേ ഉള്ളൂ ബാക്കി. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ഇവിടെ ഞാൻ റെഡിയായി ആ പാട്ടാണ് കേട്ടോ. ആ പാട്ടിലാണ് റെനയും അഭിയും വീട്ടിലേക്ക് കയറുന്നത്. റെനേനെ നിവിൻ കൊണ്ടുപോകുന്നു. പുള്ളിപ്പാരിയുടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാനൊന്നും എപ്പിസോഡൊന്നും കണ്ടിരുന്ന റെന പറയുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ റെന പുള്ളിക്കാരുടെ ബോയ്ഫ്രണ്ടുമായിട്ട് ഫുൾ വേൾഡ് ടൂറിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് മുൻഷി രഞ്ജിത്തും റെനയും കൂടെ സംസാരിക്കാൻ വേണ്ടി ആദിലെ കൊണ്ടുപോകുമ്പം മുൻഷി രഞ്ജിത്ത് സംസാരിക്കുന്നില്ല. പുള്ളിക്കാരി ബ്രോ മൊടയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് രഞ്ജിത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഒത്തുപോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ ഉണ്ട്. അത് കാരണം എന്തെന്നറിയാമോ, അവർ റിയൽ ആയതുകൊണ്ടാണ്. ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു പോസിറ്റീവ് വശം ഞാൻ പറയാം, എല്ലാവരും മിക്കതും റിയലാണ്. ഫേക്കായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഫേക്ക് ഇല്ലെന്നല്ല, കുറവാണ്. ഈ ഫേക്കല്ല, സേഫ് ഗെയിമേഴ്സ് വളരെ കുറവാണ്. അല്ലാതെ മിക്ക ആൾക്കാരും അവരുടെ വികാരങ്ങൾ ഒക്കെ പ്രകടിപ്പിക്കുന്ന, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നും ഒക്കെ കാണിക്കുന്ന ആൾക്കാരാണ് ഈ സീസണിൽ. ദൈവമേ അഴിഞ്ഞ് ഇത് കാരണം അടുത്ത സീസൺ മൊത്തം സേഫ് ഗെയിമേഴ്സ് ആവുമെന്തോ, അതെനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അത് അതിനെക്കാട്ടി അപ്പുറം, അതായത് വേറൊരു ക്യാരക്ടർ വെച്ചിട്ട് പുറമേ അഭിനയിക്കുക, അങ്ങനെയില്ല. എന്നാലും ഈ സീസണിൽ ഫേക്ക് ഗെയിമേഴ്സ് ഉണ്ട്, പക്ഷേ സേഫ് ഗെയിമേഴ്സ് കുറവാണ്. അപ്പോൾ ഇവിടെ റെന പോയിട്ട് സരികയുടെ അടുത്ത് എന്തോ പറയുന്നുണ്ടെന്ന്, 3 ആഴ്ചയ്ക്കുള്ളിൽ പോയതിൽ വിഷമമുണ്ടോ, ആയിരിക്കും വിഷമമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സരികയ്ക്ക് അത് പിടിക്കുന്നില്ല. കാര്യം റെന ഓൾറെഡി സരികയായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസ് സമയത്ത് തന്നെ. അതായത് സരിക ചോദിച്ചായിരുന്നു, എൻ്റെ കുഞ്ഞിന് ബിഗ് ബോസ് വീട് കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം റെന മുഖത്തടിച്ച പോലെ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഔട്ടാവും. അപ്പോൾ ഇതിലൊക്കെ അന്ന് സരിക കുറേ കരഞ്ഞതാണ്. അപ്പോൾ ഇതിൽ നല്ല പ്രശ്നം ഉണ്ടായിട്ട് ചേച്ചിക്ക് സർക്കാസം ഒന്നും അറിയത്തില്ലേ. റെനയുടെ ചില സമയത്ത് സംസാരം എല്ലാവർക്കും പിടിക്കണമെന്നില്ല. എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സർക്കാസമായിട്ട് ഫുള്ളായിട്ട് എടുക്കണമെന്നൊന്നും ഇല്ല, മനസ്സിലായില്ലേ. അപ്പോൾ സരിക എനിക്കറിയാം തമാശ എന്താണ്, നീ ഉള്ളിൽ പഠിപ്പിക്കുന്നു വേണമെന്ന് പറഞ്ഞാൽ ഒരു വഴക്കായി കേട്ടാ. അങ്ങനെ ബിഗ് ബോസ് അതിൻ്റെ കൂടെ ഈ ശാരിക കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഒരാളുടെ വസ്ത്രം ക്യാമറയിൽ മറ്റേ ഗ്ലെയറോ എന്തോ അടിക്കുന്നുണ്ട്. അത് ശാരികയുടെയാണ്. ശാരിക പിന്നെയും ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോവുക. അപ്പോൾ ഇവിടെ സരിക കരച്ചിൽ തുടങ്ങി. ആദിലെയും നൂറേനെയൊക്കെ എടുത്തിട്ട് കരച്ചിൽ തുടങ്ങി. അപ്പോൾ ശാരിക ഡ്രസ്സ് മാറി വന്നു നിൽക്കുന്ന ഒരു നിപ്പ് കണ്ടിട്ട് പിന്നെയും സരിക ചിരിക്കാനൊക്കെ തുടങ്ങി. അപ്പം അത് കഴിഞ്ഞ് ഒരു സരിക ഓക്കെ ആയി വന്നപ്പോഴത്തേക്കും ഈ റെന പോയി ചോദിക്കുകയാണ്, ചേച്ചി മെൻ്റലി വീക്ക് ആവല്ലേ എന്ന്. അപ്പോൾ പിന്നെയും വിഷമമായി, ദേഷ്യമായി. ചേച്ചി എന്തിനാ കരയണത് എന്നെ കുറിച്ച്, എനിക്ക് മെൻ്റലി വീക്കായിട്ടുള്ളവരാണോ കരയുന്നത്, നീ കൂടുതൽ പറയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പിന്നെയും വഴക്കായി. അങ്ങനെ ഓൾറെഡി പിന്നെ അപ്പോൾ അനു കൊച്ചല്ലേ ചേച്ചി, കൊച്ചല്ലെന്ന് പറയണ്ട, അനു കരയിലില്ലേ എന്ന് ചോദിച്ചു. അപ്പം റെന പോയിട്ട് കെട്ടിയൊക്കെ പിടിച്ചു, കൂടുതൽ മോളെ നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കണതാണ് നല്ലത്, നീ അറിഞ്ഞു വെച്ചിട്ടാണ് എന്നോട് ചോദിക്കുന്നത്. അതായത് മനഃപൂർവ്വം ചൊറിയാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന പോലെ. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഡെയിലി ടാസ്ക് വരുന്നത്. ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ കളർ ജമ്പാണ് വന്നത്. അതായത് നിങ്ങളെല്ലാവരും ആവേശത്തിലാണ്. അപ്പോൾ ഗാർഡൻ ഏരിയയിലാണ് ഇത് നടത്താൻ ഇരുന്നത്. പക്ഷേ പിന്നെ മഴ ആയതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് മാറി. അതായത് കളർ ബാറുണ്ട്, ബ്ലാക്ക് റെഡ് ബ്ലൂ റെഡ് ബ്ലാക്ക് അങ്ങനത്തെ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ചാടണം, മറ്റേ ഈ കുളം കര പോലെ. അതിനിടയിൽ കൂടെ നമ്മുടെ മഴ ആയതുകൊണ്ട് ഇവർക്ക് ആക്ടിവിറ്റി ഏരിയയിലേക്ക് മാറ്റാൻ വേണ്ടി കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ജിഷിന് അവിടെ പത്തിരി ഉണ്ടാക്കി. കണ്ണൂരിൽ കിട്ടുന്ന പത്തിരി ഇല്ലേ, നമ്മുടെ അരിപ്പൊടിയും റവയും ചെറിയുള്ളിയും ജീരകമൊക്കെ ഇട്ടിട്ടുള്ള ആ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ആക്ടിവിറ്റി ഏരിയയിൽ ഇവർ പോയി ഇത് കളിച്ച് അവസാനം ജയിച്ച് വന്നത് സരികയും അക്ബറാണത് ജയിച്ചത്. അത് കഴിഞ്ഞ ശേഷം ഇപ്പം ഇങ്ങനെ കുറേ നേരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം മഴയത്ത് കളിച്ചു. അത് കഴിഞ്ഞ് വേറെ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. അത് കഴിഞ്ഞ ശേഷം പിന്നെ രാത്രിയാണ് ഇന്നത്തെ വിഷയം ഉള്ളത്. അഭി ഇവിടെ അപ്പാനിയെക്കുറിച്ച് അനുവിനോട് പറയണം. അപ്പാനി പുറത്തിറങ്ങിയിട്ട് ജിഷിനും അഭി നേരത്തെ ഔട്ടാവേണ്ടതാണെന്ന് വീഡിയോയോട് പറഞ്ഞു. അപ്പം അഭി ഇപ്പോൾ അവർക്കെതിരെ വീഡിയോ ഇട്ടു. അപ്പോൾ അനു വിചാരിച്ചു എപ്പിസോഡിൽ എന്തെങ്കിലും പറയാം, എപ്പിസോഡിൽ ഇവിടെ ആർക്ക് വേണം, പുറത്തിറങ്ങി പറഞ്ഞ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി സത്യം പറഞ്ഞാൽ 8 പേരാണോ ഉള്ളത്? 1 2 3 4 5 6 7 8 സാബുമാനും കൂടെ ചേർത്ത് 8 പേരാണോ? ഞാനിങ്ങനെ എഴുതി വെച്ച 8 പേരാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇപ്പം നാളെ ബുധനാഴ്ചയല്ലേ, 4 പേര് നാളെ കയറും. അത് കഴിഞ്ഞ് 4 പേര് അടുത്ത ദിവസം കയറും. എനിക്ക് തോന്നുന്നു നാളെ കയറാൻ പോണത് ആര്യനും ലക്ഷ്മി ഉണ്ടെന്ന് തോന്നുന്നു, രേണു, ഒനിൽ അല്ലേ, മസ്താനി 1 2 3 4 5. ചിലപ്പോൾ മസ്താനിയും കൂടെ കാര്യം മസ്താനിക്ക് എന്തോ ടിക്കറ്റ് എന്തോ മിസ്സായെന്നൊക്കെ പറയണത് കേട്ടു, ഒന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ നാളെ ലക്ഷ്മി, ആര്യൻ, രേണു, ഒനിൽ, മസ്താനി 5 പേര് കയറും തോന്നുന്നു. ബാക്കി ഉള്ള ബിന്നിയുടെ കാര്യമൊന്നും അറിയില്ല, ജിസേലിൻ്റെ കാര്യം അറിയില്ല. സാബുമാൻ അവിടെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ജിസേലും ബിന്നിയും സാബുമാനും ഒന്നുകിൽ നാളെ എല്ലാവരെയും അങ്ങ് കയറ്റും, 8 പേരെ അങ്ങ് കയറ്റും.
അല്ലെങ്കിൽ പിന്നെയും നാളെയും തിരിക്കും. നാളെയും ഒരു 5 പേരെ കയറ്റിയിട്ട് ബാക്കിയുള്ള 3 പേരെ അവസാനം വ്യാഴാഴ്ച കയറ്റി എല്ലാവരും കൂടെ ഒരു ഫൈനൽ ഫോട്ടോയൊക്കെ എടുത്ത് വ്യാഴാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവർ ഇറങ്ങും. എല്ലാവരും ഇറങ്ങി ബാക്കി കണ്ടസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ ഒരു ഊഹം ഞാൻ പറയുന്നതാണ്. കണ്ടസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള 7 പേര് ഒന്നെങ്കിൽ അവിടെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ചിലപ്പോൾ ഉണ്ടാവും. ഒരു ടോപ്പ് 6 ഉണ്ടാവാനുള്ള ചാൻസ്, ഞാൻ എൻ്റെ ഊഹം പറയണേ, ടോപ്പ് 6 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരാൾ എവിക്റ്റ് ആവും ചിലപ്പോൾ ഇതിനകത്ത്. ഒരാൾ എവിക്റ്റായി ടോപ്പ് 6ലേക്ക് പോവും. പിന്നെ വെള്ളിയാഴ്ച മിക്കവാറും ഇവർക്ക് ജേണി കാണിച്ചു കൊടുക്കുന്നതായിരിക്കും അല്ലേ? ജേണി കാണിച്ചു കൊടുക്കും. ഇവരുടെ ഇത് ബിഗ് ബോസ് ജേണി കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ സാറ്റർഡേ മിക്കവാറും നമുക്ക് അവിടുത്തെ വെള്ളിയാഴ്ച സാറ്റർഡേ നമുക്ക് ഇതൊന്നും ഉണ്ടാവില്ല. സാറ്റർഡേ നമുക്ക് ലൈവൊന്നും ഉണ്ടാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. കാര്യം എന്തെങ്കിലും എപ്പിസോഡിൽ വേണ്ടേ, എപ്പിസോഡിൽ എന്തെങ്കിലും കാണിക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. ഫ്രൈഡേയും സാറ്റർഡേ എന്തെങ്കിലും വേണ്ടേ എപ്പിസോഡിൽ, 9 മണിക്ക് എപ്പിസോഡിൽ എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ ഉണ്ടാവും കേട്ടോ. ലാലേട്ടൻ്റെ ഷൂട്ടായിരിക്കുമല്ലോ, ഉണ്ടാവുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൺഡേ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ 7 മണി തൊട്ടായിരിക്കും ചാൻസ്. അപ്പോൾ അതിന് പിന്നെ പക്ഷേ ഒരു കാര്യമുണ്ടടാ, ഈ ഫ്രൈഡേ മിക്കവാറും ഇവർക്ക് ഷൂട്ടൊക്കെ ഉണ്ടാവില്ലേ, ഡാൻസിൻ്റെയൊക്കെ പ്രാക്ടീസും ഷൂട്ടും ഒക്കെ. എല്ലാവരും അവിടെ തന്നെ ആയിരിക്കുമല്ലോ. ഈ പോയ ആൾക്കാരെല്ലാം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് അവർ ഷൂട്ടായിരിക്കും മിക്കവാറും. ഷൂട്ടെന്ന് പറഞ്ഞാൽ ഡാൻസിൻ്റെ പ്രാക്ടീസ്, ഫിനാലയുടെ ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഷൂട്ട്, അതിൻ്റെ പ്രാക്ടീസും ഷൂട്ടും മിക്കവാറും നേരത്തെ ചെയ്തു വെക്കുമായിരിക്കും. ഇവിടേക്ക് ഫിനാലെ മാത്രമായിരിക്കും മിക്കവാറും സൺഡേ നടത്തുന്നത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നതാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കാം, ഒരു പിടിയുമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായിരുന്നാലും നമുക്ക് നോക്കാം ഇതിൻ്റെയൊക്കെ അവസാനത്തെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് അല്ലേ. ഇത്രയും മാത്രം യുദ്ധം നിറഞ്ഞൊരു സീസൺ അല്ലേ. PR-കളും ജനങ്ങളും തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകരും തമ്മിലുള്ള. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.